ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. മുമ്പ് പഠിച്ച കാര്യമാണ് അതിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ അതിനു വേണ്ടി കൺസിഡർ ടു മീഡിയ, medium 1, medium 2. This is the boundary. Medium 1 has a refractive index n1, medium 2 has a refractive index n2. Velocity of light in medium 1 is v1, velocity of light in medium 2 is v2. ഇവിടെ എഴുതിയേക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 is equal to n1. Refractive index of medium 2 is equal to n2. Velocity of light in medium 1 is equal to v1. Velocity of light in medium 2 is equal to v2. So consider a beam of light. This is coming. ഇങ്ങനെ വരിക, ബീം ഓഫ് ലൈറ്റ്. ഇതിന് ഒരു പാരലൽ ബീം. ഇങ്ങനെ ഒരു ലൈറ്റ് ബീം വരിക. അപ്പോൾ ഇവിടെ നമുക്കൊരു വേവ് ഫ്രണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. വേവ് ഫ്രണ്ട് പറഞ്ഞാൽ ഇങ്ങനെ, ഇവിടെ വേവ് ഫ്രണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ. പിന്നെ ഇപ്പോൾ ഒരു ബീമിൻ്റെ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത പോയിന്റുകൾ കൂട്ടി വരച്ചാൽ ലൈറ്റ് ഇവിടുന്നാണ് വരുന്നത്, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ഇതാണ് വേവ് ഫ്രണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ, ഈ ഭാഗം എ എന്നുള്ള പോയിന്റിൽ ലൈറ്റിൻ്റെ ഒരു ഭാഗം ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ മീഡിയം 2ലേക്ക് പ്രവേശിക്കുന്നു. ആ സമയത്ത് ഇവിടെ എന്ത് നടക്കും, ഒരു ബെൻഡിങ് നടക്കും. ലൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്യും. പിന്നെ ആ സമയത്തും എന്താണ്, ഈ ഭാഗത്തുള്ള ലൈറ്റ് മുമ്പത്തെ മീഡിയത്തിൽ തന്നെയാണ്. അപ്പോൾ ആ സമയം ഇത് ഇവിടെ എത്തുന്ന സമയം കൊണ്ട് ഇത് കുറച്ച് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എത്തുമ്പോൾ ഇതും ബെൻഡ് ചെയ്യും. ഈ പോയിന്റിൽ ഇങ്ങനെ കുറച്ച് ബെൻഡ് ചെയ്തു. അതുപോലെ ഇവിടെയും ഇതുപോലെ വേവ് ഫ്രണ്ട് വരക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ടി എന്നുള്ള സമയം കൊണ്ട് നമ്മളപ്പോൾ ടൈം ഈക്വൽ ടു 0-യിൽ ഇത് ഈ എൻഡ് ഈ സെക്കൻഡ് മീഡിയത്തിൽ തട്ടി നിൽക്കുക. പിന്നെയും കുറച്ച് ടൈം ഇത് എന്ത് ചെയ്താണ്, മറ്റേ എൻഡ് ബീമിൻ്റെ മറ്റേ അറ്റം എന്ത് ചെയ്യാണ്, ആ ഫസ്റ്റ് മീഡിയത്തിലൂടെ തന്നെ ട്രാവൽ ചെയ്യും. ആ സമയത്ത് സപ്പോസ് ടി ഈസ് ദ ട്രാവലിംഗ് ടൈം ഫ്രം ഹിയർ ടു ഹിയർ. ഇത് ABC ഫ്രം ദ suppose t is the time to travel from C to B. അപ്പോൾ ഈ പോയിന്റിൽ ഉള്ള ഈ അറ്റത്തുള്ള ബീം, അപ്പോൾ ഈ ഭാഗത്തുള്ള ആദ്യം സെക്കൻഡ് മീഡിയത്തിലേക്ക് പ്രവേശിച്ചു. ഇങ്ങോട്ട് പോകുന്തോറും ഇങ്ങനെ ലാഗ് ചെയ്ത് പിന്നിലായി. അപ്പോൾ സിയിൽ നിന്ന് ബിയിലേക്ക് എത്താനുള്ള സമയം ടി ആണ്. ഓക്കെ, ടി ആണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതിങ്ങോട്ട് എത്താൻ തുടങ്ങിയാൽ പിന്നെ രണ്ടും ഒരുമിച്ച് തന്നെ മൂവ് ചെയ്യാം. വേവ് ഫ്രണ്ട് പിന്നെ ഒരേപോലെ തന്നെ. അപ്പോൾ ഇവിടെ കുറേ ദൂരം എയറിലൂടെ അതേ സമയം ടി എന്നുള്ള സമയം കൊണ്ട് കുറേ ദൂരം ഈ ലൈറ്റ് ട്രാവൽ ചെയ്തു. ആ സമയത്ത് എയറിലൂടെ സെക്കൻഡ് മീഡിയത്തിലൂടെ അത് കുറഞ്ഞ ദൂരം സഞ്ചരിച്ചിട്ടുള്ളൂ. സോ ദാറ്റ് ഈസ്, നമ്മൾ പറഞ്ഞു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, n=c/v. എയറിലൂടെ വാക്കത്തിലൂടെ ആണെങ്കിൽ മാക്സിമം വെലോസിറ്റി ഉണ്ടാവും, മറ്റുള്ള മീഡിയത്തിലൂടെ ആണെങ്കിൽ വെലോസിറ്റി കുറയും. അതുകൊണ്ട് വെലോസിറ്റി കുറയും, ലൈറ്റിൻ്റെ വെലോസിറ്റി കുറയും. അപ്പോൾ ഈ ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നു, സെക്കൻഡിൽ അതേ ടൈം കൊണ്ട് കുറഞ്ഞ ദൂരം സഞ്ചരിക്കുന്നുള്ളൂ, ഈ ദൂരം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത് ഇൻസിഡൻ്റ് ആംഗിൾ ആയി. ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇവിടെ അതുപോലെ ഇതാ, ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് I. ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. ഇത് 6 ആണെങ്കിൽ ഇത് മൊത്തം 90 അല്ലേ, ഇത് മൊത്തം 90. ഇത് 6 ആണെങ്കിൽ 90 - 6. 90 ഇത് നോർമലല്ലേ, ഇത് മൊത്തം 90. ഇത് 90 - 6 ആണെങ്കിൽ ഇത് 6.
അതുപോലെ ഇത് ഐ ആണ്, ഈ ആംഗിൾ ഇത് ഐ ആണെങ്കിൽ ഇത് ഈ വേവ് ഫ്രണ്ട് ഇതിന് നോർമലല്ല, അപ്പോൾ ഇത് മൊത്തം 90. അപ്പോൾ ഇത് 90 മൈനസ് ഐ, ഇത് മൊത്തം 90. അപ്പോൾ ഇത് ഇവിടെ 90 മൈനസ് ഐ ആയതുകൊണ്ട് ഇവിടെ ഐ എ ബി സി. ഇനി ഇവിടെ ഡി എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് സൈൻ ഐ എഴുതാം. സൈൻ ഐ ഈസ് ഈക്വൽ ടു ബി സി ബൈ എ സി. സൈൻ ആർ ഈസ് ഈക്വൽ ടു I is the angle of refraction, R is the angle, I is the angle of incidence, R is the angle of refraction. Sin R എങ്ങനെ എഴുതാം? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ AD ബൈ AC. നമുക്ക് സ്നെൽസ് ലോൻ്റെ നമുക്ക് ഫോർമാറ്റ് ഒക്കെ അറിയാം. സൈൻ ഐ ബൈ സൈൻ ആർ ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു ബി സി ബൈ എ സി ബൈ എ ഡി ബൈ എ സി. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി ക്യാൻസൽ ചെയ്യും. പിന്നെ ബി സി ബൈ എ ഡി. ബി സി ബൈ എ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ബി സി ബൈ എ ഡി എന്താ കണ്ടെത്തണം? വാട്ട് ഈസ് ബി സി ബൈ എ ഡി? വാട്ട് ഈസ് ബി സി? ബി സി ഈസ് ദിസ് ഡിസ്റ്റൻസ്, എ ഡി എന്ന് പറഞ്ഞാൽ ദിസ് ഡിസ്റ്റൻസ്. അപ്പോൾ ആ ടി ടൈമിൽ കൊണ്ട് ഫസ്റ്റ് മീഡിയത്തിലൂടെ ഈ ഇവിടെ സഞ്ചരിക്കുന്ന ഈ ദൂരമാണ് ബി സി. ടി ടൈം കൊണ്ട് ആ സെക്കൻഡ് മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്? എ ഡി. അപ്പോൾ നമുക്ക് എളുപ്പം കണ്ടെത്താം. വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ലേ, വെലോസിറ്റിക്ക് മാറ്റം ഇവിടെ എത്തുമ്പോഴല്ലേ മാറുന്നുള്ളൂ. മീഡിയം 2 മാറുന്നുള്ളൂ. മീഡിയം 1 ഒരു വെലോസിറ്റി V1, മീഡിയം 2 V2. മീഡിയം 1 ഇത് ഈ ബി സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ബി സി ഈക്വൽ V1 ഇൻറ്റു ടി. എളുപ്പമല്ലേ? V1 ഇൻറ്റു ടി. എസ് ഈക്വൽ VT എന്ന് എഴുതാം. അതേപോലെ തന്നെ V1 ഇൻറ്റു ടി. ദിസ് ഈസ് V1 ഇൻറ്റു ടി എന്ന് എഴുതാം. അതുപോലെ സെക്കൻഡ് മീഡിയത്തിൽ V2 ഇൻറ്റു ടി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം എന്ത്? ബി സി ഈസ് ഈക്വൽ ടു V1 ഇൻറ്റു ടി. അതുപോലെ എ ഡി ഈസ് ഈക്വൽ ടു V2 ഇൻറ്റു ടി. ഫ്രം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ഈസ് ഈക്വൽ ടു സി ബൈ V1. അത് നമുക്കറിയില്ലേ. അതിന് നമുക്ക് V1 എന്താണെന്ന് എഴുതാം. V1 ഈസ് ഈക്വൽ ടു സി ബൈ N1 ആൻഡ് N2 ഈസ് ഈക്വൽ ടു സി ബൈ V2. അപ്പോൾ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്തതോ V2 ഈസ് ഈക്വൽ ടു സി ബൈ N2. ഇത് നമുക്ക് എന്ത് ചെയ്താം? അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്താം? ബി സി ചെയ്താം. ബി സി ഈസ് ഈക്വൽ ടു V1 ടി ആണ്. അപ്പോൾ V1 ഈസ് ഈക്വൽ ടു സി ബൈ N1 ടി. എ ഡി ഈസ് ഈക്വൽ ടു V2 ടി ഈസ് ഈക്വൽ ടു സി ബൈ N2 ടി. നമുക്ക് സൈൻ ഐ ബൈ സൈൻ ആറിൽ കൊടുക്കാം. സൈൻ ഐ ബൈ സൈൻ ആർ. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു ബി സി ബൈ എ ഡി. ബി സി ബൈ എ ഡി ഈസ് ഈക്വൽ ടു സി ബൈ N1 ടി ബൈ സി ബൈ N2 ടി. ടിയും ക്യാൻസലായി, സിയും പോയി. ഈസ് ഈക്വൽ ടു N2 ബൈ N1. ഇതാണ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു N2 ബൈ N1. Sin I by sin R is equal to N2 by. This is famous Snell's law of refraction. Snell's